ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രതിമാസ ലഘു സമ്പാദ്യ സംക്ഷിപ്ത കണക്ക് വിവരം എങ്ങനെ എഴുതാമെന്നാണ്. ഇവിടെ പ്രതിമാസ കണക്ക് വിവരങ്ങൾ വളരെ വിശദമായി കാണിക്കാൻ കഴിയും. ഇത് തയ്യാറാക്കാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് കുടുംബശ്രീ രജിസ്റ്റർ നമ്മൾ എഴുതുന്ന ആദ്യ ഭാഗമായ സാമ്പത്തിക രജിസ്റ്റർ എന്ന ഭാഗത്ത് നിന്നാണ്. പ്രതിമാസ ലഘുസമ്പാദ്യ സംക്ഷിപ്ത കണക്ക് വിവരം എന്ന ഭാഗം എടുക്കാം. ഇതിൽ ആദ്യം വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷമാണോ നമ്മൾ എഴുതുന്നത് ആ വർഷം അവിടെ രേഖപ്പെടുത്തണം. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് മാസമാണ്. ഏത് മാസത്തെ കണക്കാണോ നമ്മൾ എഴുതുന്നത് ആ മാസം അവിടെ എഴുതണം. അടുത്തതായി മാസാരംഭ സമ്പാദ്യം. ഇവിടെയാണ് നമ്മൾ സാമ്പത്തിക രജിസ്റ്റർ ഭാഗത്തേക്ക് പോകേണ്ടത്. ഇവിടെ മാസാരംഭത്തിലെ നീക്കിയിരിപ്പ് കണ്ടോ? ഇതിൻ്റെ ടോട്ടലാണ് മാസാരംഭത്തിലെ സമ്പാദ്യമായി എഴുതാനുള്ളത്. അതിനുശേഷം തന്മാസ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും സാമ്പത്തിക രജിസ്റ്ററിൽ പോയാൽ ഈ 4 ആഴ്ചത്തെ കണക്കാണ് നമ്മുടെ ഒരാളുടെ തന്മാസത്തെ ആകെ സമ്പാദ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ മൊത്ത അംഗങ്ങളുടെയും ആകെ തുകയാണ് ഇവിടുത്തെ നമ്മൾ തന്മാസ സമ്പാദ്യമായി എഴുതേണ്ടത്. അടുത്തതായി തന്മാസം പിൻവലിക്കുന്ന തുകയുണ്ടെങ്കിൽ അത് എഴുതണം. അടുത്തത് മാസാന്ത്യ സമ്പാദ്യം. നമുക്ക് വീണ്ടും സാമ്പത്തിക രജിസ്റ്ററിലേക്ക് പോകാം. ഇവിടെ ആകെ സമ്പാദ്യം മാസാരംഭത്തിലെ നീക്കിയിരിപ്പും തന്മാസത്തെ സമ്പാദ്യവും കൂട്ടുന്ന ആകെ സമ്പാദ്യം ഇതിൻ്റെ എല്ലാ അംഗങ്ങളുടെയും ടോട്ടലാണ് മാസാന്ത്യ സമ്പാദ്യം എന്ന് പറയുന്നത്. വീണ്ടും ലഘുമാസ സമ്പാദ്യത്തിലേക്ക് പോകാം. മാസാരംഭത്തിലെ വായ്പാ തുക. ഇതുപോലെ തന്നെ മുൻമാസ അവസാനം തിരിച്ചടയ്ക്കാനുണ്ടായിരുന്ന തുക. ഇതാണ് മാസാരംഭത്തിലെ വായ്പാ തുക എന്ന് പറയുന്നത്. അടുത്തത് തന്മാസം നൽകിയ വായ്പയുണ്ടെങ്കിൽ ആ വായ്പ അവിടെ എഴുതണം. പിന്നെ തന്മാസം തിരിച്ചടച്ച വായ്പാ തുക. തന്മാസം തിരിച്ചടച്ച വായ്പാ തുക എന്ന് പറയുന്നത് ആ മാസം ആരെങ്കിലും വായ്പാ തുകകൾ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ ആ വായ്പാ തുകയാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ വായ്പാ നീക്കിയിരിപ്പ്. ഇതെന്ന് പറയുന്നത് തന്മാസം നൽകിയ വായ്പയും മാസാരംഭത്തിലെ വായ്പയും തമ്മിൽ കൂട്ടിയിട്ട് തന്മാസത്തിലെ വായ്പാ തിരിച്ചടവ് കുറയ്ക്കുന്നതാണ് ഇവിടുത്തെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം തന്മാസം ലഭിച്ച പലിശയ്ക്ക് ശേഷം മാസാന്ത്യം പലിശ ഉൾപ്പെടെ വായ്പാ തുക എന്ന് പറയുന്നത് തന്മാസം നമ്മൾ തിരിച്ചടച്ച വായ്പാ തുക മൊത്ത വായ്പയിൽ നിന്നും കുറച്ചതിന് ശേഷം പലിശ തന്മാസം ലഭിച്ച പലിശയുമായി കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണ് മാസാന്ത്യം പലിശ ഉൾപ്പെടെയുള്ള വായ്പാ തുക എന്ന് പറയുന്നത്. അതിനുശേഷം തന്മാസം ബാങ്കിൽ അടച്ച തുക എഴുതണം. തന്മാസം ബാങ്കിൽ നിന്ന് എന്തെങ്കിലും പൈസ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണം. അതിനുശേഷം സെക്രട്ടറിയുടെ ഒപ്പ്. പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.